വോട്ടിങ്ങിന്റെ നിലവാരമൊക്കെ വരാനുണ്ട്. രാഹുൽ ഗാന്ധി 1,20,226 4.5 ലക്ഷം എന്ന ഭൂരിപക്ഷം 11 കഴിഞ്ഞ തവണത്തെ 4.5 ലക്ഷം എന്ന ഭൂരിപക്ഷം മറികടക്കുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദം എത്ര കണ്ട് ശരിയാണ്? ഇതാ 8 മണിക്ക് വോട്ടെണ്ണി തുടങ്ങിയതാണ്. പോസ്റ്റൽ വോട്ടുകൾക്ക് ശേഷം 8:30 നോക്കൂ, 11:10 ആയപ്പോൾ 1,20,226 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി എന്ന UDFന്റെ ഐക്കൺ, UDFന്റെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഐക്കണായ രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിൽ. ഇത് വയനാട്ടിലെ തന്നെയല്ലേ? ഇത് വയനാട്ടിലാണോ അതോ റായ്ബറേലിയിലാണോ? അല്ല, തീർച്ചയായും ഇത്രയും കൂടാൻ സാധ്യതയില്ല റായ്ബറേലിയിൽ, ഇല്ലേ? റായ്ബറയിൽ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അവിടെയും രാഹുൽ ഗാന്ധി ക്രമാനുഗതമായി ലീഡ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ദേശീയ തലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഒരു സൂചനകൾ വളരെ വ്യക്തമായി തന്നെ വരുന്നു. നമുക്ക് വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ BJP ക്യാമ്പുകളിൽ ദൃശ്യമായ പരിഭ്രാന്തി അത് ഈ വോട്ടെണ്ണൽ ദിനത്തിലും നമുക്ക് അത് പ്രതിഫലിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. 277 സീറ്റ് ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. BJPയെ സംബന്ധിച്ച് ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുന്നില്ല. ഹിന്ദി ഹൃദയ ഭൂമിയിലൊക്കെ BJPക്ക് അവരുടെ ഉരുക്കുകോട്ടകളിൽ കാലിടറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. ഇനിയും ഏറെ റൗണ്ടുകൾ ബാക്കിയുണ്ട്. പലയിടങ്ങളിൽ നിന്നുള്ള പല ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. എങ്കിലും വളരെ ശക്തമായ വെല്ലുവിളി, ദേശീയ തലത്തിൽ വളരെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം